അവസരം കാരണം ബൈബിൾ ആരും കൊണ്ടു നടക്കുന്നില്ല എന്നതും സങ്കടകരമാണ്. എങ്കിലും വചനം ധ്യാനിക്കുന്നതിന്റെ പ്രാധാന്യത നമുക്ക് ഓർക്കാം. ഒന്നാമത്, വചനം ഹൃദയത്തിൽ ഇരിക്കണം. രണ്ടാമത്, വചനം മക്കൾക്ക് കൊടുക്കണം. മൂന്നാമത്, വീട്ടിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കണം. നാലാമത്, ബെഡിലേക്ക് ചെന്ന ഉറക്കത്തിലേക്ക് വീഴുന്നതിന് മുൻപ് ഒരു വചനമെങ്കിലും മനസ്സിൽ ഓർത്ത് ധ്യാനിച്ചുകൊണ്ട് കിടക്കണം. രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ വചനം ധ്യാനിക്കണം. എത്ര പ്രാധാന്യതയോടുകൂടിയാണ് ഒരു സാധാരണ യഹൂദൻ വചനത്തെ കാണേണ്ടത്. വീണ്ടും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനെ കയ്യെ കെട്ടിക്കൊണ്ടു പോകണം. കയ്യേല് കെട്ടിക്കൊണ്ടു പോകണം. കയ്യെ കെട്ടിയാൽ മാത്രം പോരാ, നെറ്റിയില് കോറിയിടണം. അത് മാത്രം പോരാ, കട്ടളയിൽ എഴുതണം, പടിവാതിൽ എഴുതണം. ഇതെല്ലാം നമ്മളിപ്പോ ഇന്ന് തന്നെ ഒരു പെയിന്ററെ വിളിച്ച് ചില പെയിന്റ് മേടിച്ചിട്ട് നമ്മുടെ ഭിത്തിയിലോ മതിലേലോ എഴുതുന്ന കാര്യമാണെന്ന് ധരിച്ചാൽ ശരിയാകത്തില്ല. കാരണം നെറ്റിയിലും പെയിന്റ് കൊണ്ട് എഴുതാനൊക്കെയല്ലോ. നെറ്റിയിൽ എഴുതാൻ പറ്റുകയില്ല. കയ്യേൽ കെട്ടുക എന്ന് പറഞ്ഞാൽ ബൈബിള് ബാഗിനകത്തിട്ടിട്ട് കയ്യെ തൂക്കിയിടുക എന്നാണോ? അല്ല. അപ്പൊ ഇതിനെല്ലാം ഒരു പ്രായോഗിക അർത്ഥമുണ്ട്. ആ അർത്ഥം നമുക്കറിയാം. ഞാൻ ഒരു കാര്യം പറയാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഒരു കാര്യം ധ്യാനിക്കാൻ പോവുകയാണ്. അതിന്റെ ഒരു മുഖവുരയാണിത്. വചനം ഒന്നാമത് ഹൃദയത്തിലിരിക്കണം. രണ്ടാമത് മക്കൾക്ക് കൊടുക്കണം. മൂന്നാമത് വീട്ടിൽ ഇതൊരു ചർച്ചയായിരിക്കണം. 4, അവരവരുടെ ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ, മകന്റെ ബെഡ്റൂമോ മകളുടെ ബെഡ്റൂമോ, എല്ലാരും കിടക്കയിലേക്ക് പോകുമ്പോൾ വേറെ കുടുംബങ്ങളല്ലേ, അവിടെയും ഒരു വചന ധ്യാനം. ഉറക്കം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഒരു വചന ധ്യാനം. 5 കാര്യം. ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ വചനം കയ്യെ കെട്ടണം, കയ്യേല്. 6, അത് നെറ്റിയേൽ എഴുതണം. 7, മതിലിലും കട്ടിലും ഒക്കെ എഴുതണം. ഇങ്ങനെ 7 തരത്തിലാണ് വചന ധ്യാനം ഇവിടെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഏതാന്ന് ചോദിച്ചാൽ ഹൃദയത്തിൽ കയറുക എന്നുള്ളതാണ്. ഹൃദയത്തിൽ കയറുക എന്നുള്ളതാണ്. വചനം ഹൃദ്യമാക്കണം. ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അതിനെ ധ്യാനിക്കണം, ഹൃദയസ്ഥമാക്കണം. അതെന്റെ ഹൃദയത്തിന് ആനന്ദമാണെന്ന് യിരെമ്യാവ് പറയുന്നു. ഞാൻ ഇതിന്റെ വചനത്തെ കണ്ടെത്തി ഭക്ഷിച്ചു, അതിന്റെ ഹൃദയത്തിന് ആനന്ദമാണ്. എന്നിട്ട് ഫ്രം ദ ഹാർട്ട്, ഹൃദയത്തിൽ മക്കൾക്ക് കൊടുക്കണം. ഹൃദയത്തിൽ കൊടുക്കുമ്പോ ആരും തള്ളിക്കളയത്തില്ല. ഹൃദയത്തിൽ കൊടുത്താൽ ആരും തള്ളിക്കളയത്തില്ല. തലേന്ന് കൊടുത്താൽ ആർക്കും വേണ്ട, കാരണം എല്ലാവർക്കും ബുദ്ധിയുണ്ട്. നമ്മുടെ ഹാർട്ടിൽ നിന്നാണ് പറയുന്നതെങ്കിൽ ആരും തള്ളിക്കളയത്തില്ല.
ഇത് ശുശ്രൂഷകന്മാർക്ക് ഒരു പ്രബോധനമാണ്. വചനം ഹൃദയത്തിൽ നിന്ന് കൊടുക്കണം, ഹൃദയത്തിൽ നിന്ന് കൊടുക്കണം. തൊണ്ട കടിച്ചാൽ ചുമ വരും, ലെൻസിന് നീർക്കെട്ട് വന്നാലും ചുമ വരും. അപ്പൊ ഞാൻ ഇന്നലെ ഒരു മരുന്ന് മേടിക്കാൻ പോയി, ഇച്ചിരി ചുമ കാരണം. അപ്പൊ അവര് ചോദിച്ചു, ഇവിടുന്നാണോ ചുമ, ഇവിടുന്നാണോ ചുമ എന്ന് പറഞ്ഞാൽ താഴെ നിന്നാണോ വരുന്നത്, അതോ ഈ തൊണ്ട മാത്രം കടിക്കുകയാണോ എന്ന് പറഞ്ഞതുപോലെ ഈ വചനം ഇവിടുന്നാണോ വരുന്നത്, ഇവിടുന്നാണോ വരുന്നതെന്ന ചോദ്യം. ഞാൻ ഈ കൈകൊണ്ട് കാണിക്കുന്നത് എല്ലാവർക്കും കാണാൻ പറ്റി കാണുകയില്ല. അതായത് തലേന്നാണോ വരുന്നത്, ഹാർട്ടിൽ നിന്നാണോ വരുന്നത്? ഹാർട്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആരും തള്ളിക്കളയത്തില്ല. തലേന്നാ വരുന്നെങ്കിൽ ആർക്ക് വേണം? ലോകത്തിൽ ഇപ്പൊ വന്നിരിക്കുന്ന ഒരു സ്ഥിതി എന്നാണെന്നറിയോ? ഉപദേശം വേണ്ട വേണ്ട വേണ്ട, നിർത്തിക്കോ. എന്റെ കൊച്ചുമോൻ ഇവിടെ വെച്ച് പറയുന്നതാണ്, ആ മതി മതി, നിർത്തിക്കോ നിർത്തിക്കോ, ഉപദേശം തുടങ്ങാൻ പോകല്ലേ, നിർത്തിക്കോ നിർത്തിക്കോ നിർത്തിക്കോ. അപ്പൊ ഏതെങ്കിലും ഒരു കാര്യം ഒന്ന് തിരുത്താൻ വേണ്ടി നമ്മളൊന്ന് ശാന്തമായിട്ട് പറയാൻ തുടങ്ങും, മതി മതി, ഉപദേശം തുടങ്ങുകയല്ലേ, നിർത്തിക്കോ നിർത്തിക്കോ നിർത്തിക്കോ. ഇത് കൊച്ചു നമ്മളോടുള്ള അടുപ്പം കൊണ്ട് പറയുന്നത്. നമ്മുടെ സഭയിൽ ഇരിക്കുന്ന മുഴുവൻ പിള്ളേർക്കും ഇങ്ങനെ പറയണമെന്നുണ്ട്, മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ. എന്നാൽ നമ്മൾ ഹാർട്ടിൽ നിന്ന് പറയുകയാണേലുണ്ടല്ലോ, അവരെ ഉപദേശിക്കുകയാണെന്ന് അവർക്ക് തോന്നത്തില്ല. അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകും. അപ്പോ ഹാർട്ട് ടു ഹാർട്ട് കൺവെർസേഷൻ ആണ് വചനപ്രഘോഷണം. സ്തോത്രം. എന്തിനാ ഇപ്പൊ ഇത് പറയുന്നതെന്നറിയാവോ? ഇങ്ങനെ ധ്യാനിക്കുന്ന ഒരു യഹൂദനായിരുന്നു പൗലോസ്. അപ്പൊ അതിങ്ങനെ ഒരറ്റം മുതൽ വായിച്ചു വന്നപ്പോൾ താൻ ഹബക്കൂക്ക് 2:4 കണ്ടു. അത് തനിക്ക് കത്തി, നമ്മുടെ ഭാഷ പറഞ്ഞാൽ അത് കത്തി, അത് 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 ജ്വലിച്ചു. അത് ജ്വലിച്ചപ്പോൾ താൻ അതിൽ നിന്ന് 3 ലേഖനങ്ങൾ എഴുതി. അതിലൊന്നാണ് റോമാലേഖനം, 2 ഗലാത്യ ലേഖനം, 3 എബ്രായ ലേഖനം. അപ്പോൾ വചനത്തിൽ കിടക്കുന്ന ഒരു ഭാഗം നമ്മുടെ ഉള്ളിൽ ഒരു തീ പോലെ കത്തിയാൽ അത് എത്രമാത്രം ഡെവലപ്പ് ആകും. ഗലാത്യ ലേഖനത്തിലെ വാക്യം, റോമാലേഖനത്തിലെ വാക്യം 1:17, ഗലാത്യ ലേഖനത്തിലെ വാക്യം 3:11. അപ്പൊ ഹബക്കൂക്ക് 2:4, എബ്രായർ 10:38, റോമർ 1:7, ഗലാത്യർ 3:11. അപ്പോൾ ഒരു സാധാരണ യഹൂദൻ തന്റെ റെഗുലർ ബൈബിൾ മെഡിറ്റേഷനിൽ നിന്ന് ലഭിച്ച പ്രകാശനത്തിൽ നിന്നാണ് താൻ ഈ 3 ലേഖനങ്ങൾ എഴുതുമ്പോൾ തനിക്ക് ശക്തിയും ജ്ഞാനവും ലഭിച്ചത്. അപ്പോൾ ഹൃദയത്തിലിരിക്കണം, മക്കൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വിലയുള്ളത് നമ്മൾ കൊടുക്കുന്നത് മക്കൾക്കാണ്. മക്കൾക്ക് കൊടുക്കാവുന്നതല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ മാർഗത്തിൽ തുടരുന്നത്?
മക്കൾക്ക് ഇത് കൊടുക്കുകയും മക്കളെ ഇതിൽ നിലനിർത്തുകയും ചെയ്യണം. അങ്ങനെ വന്നിട്ട് പബ്ലിക് ലൈഫിലേക്ക് ഇറങ്ങുമ്പോൾ കയ്യേൽ കെട്ടണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊടുക്ക വാങ്ങലുകളും നമ്മുടെ പ്രവർത്തനങ്ങളും കൈകൊണ്ടാണ്. നമ്മുടെ കയ്യിലോട്ട് പണം വരുന്നതും നമ്മുടെ കയ്യിൽ നിന്ന് പണം പോകുന്നതും നമ്മൾ പണം ഉണ്ടാക്കുന്നതും എല്ലാം കൈകൊണ്ടാണ്. കൈകൊണ്ട് അധ്വാനിക്കാനാണ് ദൈവം കൈ തന്നത്. ലോകത്തിൽ അനേകം ജന്തുക്കളും മൃഗങ്ങളും ഉണ്ടെങ്കിലും ഇത്രയും നീളമുള്ള കൈ നമുക്ക് മാത്രമേ ഉള്ളൂ. ഈ കയ്യിൽ വചനം ഉണ്ടായിരിക്കണം. വചനത്തിന് നിരക്കാത്തതൊന്നും ഈ കൈ കൊണ്ട് ചെയ്യുകയില്ല. ഈ കയ്യിൽ വാങ്ങുകയില്ല. കണ്ണുകൾക്ക് മധ്യേ പട്ടം എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണിന്റെയും സെന്റർ പോയിന്റിൽ നെറ്റിയില് വചനം ഉണ്ടായിരിക്കണമെന്ന് സൂചിപ്പിക്കുന്നത് കാഴ്ചപ്പാടിൽ വചനം വേണമെന്നാണ്. വിഷൻ. ഏറ്റവും ഒടുവിൽ കട്ടളമേലും പടിവാതിലിലും എന്ന് പറയുന്നത് സാക്ഷ്യം. നമ്മുടെ വീട്ടിൽ വരുന്നവരും നമ്മുടെ ദേശത്തൂടെ പോകുന്നവരും എല്ലാം നിത്യജീവൻ പ്രാപിപ്പാൻ, രക്ഷാനിർണയം പ്രാപിപ്പാൻ, യേശുവിനെ അറിയുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കണം. ഇങ്ങനെ ധ്യാനിച്ച ഒരു മനുഷ്യനായിരുന്നു പൗലോസ്. ഇവിടെയുള്ള ദൈവദാസന്മാരോട് ഞാൻ പറയുന്നു, നമ്മളൊക്കെ ധാരാളം വചനം ധ്യാനിക്കുന്നവരാണ്. എങ്കിലും ഒന്നുകൂടെ സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്, നമുക്ക് പിന്നെയും വചനം ധ്യാനിക്കാം. അപ്പോൾ കർത്താവ് നമുക്ക് പുതിയ പുതിയ വെളിപ്പാടുകൾ തരും. ഇതാ എബ്രായ ലേഖനത്തിൽ ഈ വാക്യം എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. റോമാലേഖനത്തിൽ ഉപയോഗിച്ചതുപോലെ അല്ല ഗലാത്യ ലേഖനത്തിൽ ഉപയോഗിച്ചത്. ഗലാത്യ ലേഖനത്തിൽ ഉപയോഗിച്ചതുപോലെ അല്ല എബ്രായ ലേഖനത്തിൽ ഉപയോഗിച്ചത്. റോമാലേഖനത്തിൽ ഈ വാക്യം വരുന്നത് നീതീകരണം വിശ്വാസത്താൽ. അത് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഓക്കെ, എന്നാൽ ഗലാത്യ ലേഖനം വന്നപ്പോൾ നീതീകരണം വിശ്വാസത്താലാണെങ്കിലും വീണ്ടും പരിച്ഛേദന തുടങ്ങിയുള്ള കർമ്മമാർഗത്തിലേക്ക് പോകുകയാണെങ്കിൽ അത് വിശ്വാസത്തിന് എതിരാണ് എന്ന് സ്ഥാപിക്കാനാണ് ഗലാത്യ ലേഖനത്തിൽ ശ്രമിക്കുന്നത്. എന്നാൽ എബ്രായ ലേഖനത്തിൽ ഇത് രണ്ടുമല്ല. വിശ്വാസത്തിൽ വന്നതുകൊണ്ടോ നീതീകരിക്കപ്പെട്ടതുകൊണ്ടോ കർമ്മമാർഗത്തിൽ നിന്ന് പുറത്തു വന്നതുകൊണ്ടോ മാത്രം കാര്യമില്ല. അന്ത്യം വരെ വിശ്വാസത്തിൽ നിൽക്കണം.
അപ്പോ വ്യാഖ്യാതാക്കൾ ഇതിനെ ഒന്ന് ചുരുക്കി പറയുന്നുണ്ട്, അത് പറയാം. പക്ഷെ അത് എല്ലാവർക്കും പിടികിട്ടത്തില്ല. ഈ വാക്യം ഹബക്കൂക്ക് 2:4 വാക്യം റോമാലേഖനത്തിൽ നീതിമാൻ എന്ന വാക്കിനാണ് ഇമ്പോർട്ടൻസ്. ഗലാത്യ ലേഖനത്തിൽ വിശ്വാസത്താൽ എന്ന വാക്കിനാണ് ഇമ്പോർട്ടൻസ്. എബ്രായ ലേഖനത്തിൽ ജീവിക്കും എന്ന വാക്യത്തിനാണ് പ്രാധാന്യം. അപ്പൊ വിശ്വസിച്ചാ പോരാ, നീതീകരിക്കപ്പെട്ടാ പോരാ, ജീവിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ജീവിക്കണം. അപ്പൊ ലൈഫ് ആപ്ലിക്കേഷൻ അതാണ് പ്രധാനം. വിശ്വാസത്തിൽ വന്ന ശേഷം പിന്മാറിപ്പോകുന്നവരെ കുറിച്ചുള്ള ഭയവും വേദനയും ഈ ലേഖനത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കണ്ടതാണ്. വിശ്വാസത്തിൽ വന്നു, നീതീകരണം പ്രാപിച്ചു എന്ന് വിചാരിക്കാം, പക്ഷെ പിന്മാറിപ്പോകുന്നു. 6-ാം അധ്യായത്തിലും 10-ാം അധ്യായത്തിലും പിന്മാറ്റക്കാരുടെ കാര്യം പറയുന്നുണ്ടല്ലോ. 6-ാം അധ്യായത്തിൽ 4 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ പിന്മാറ്റക്കാരെ കുറിച്ച് പറയുന്നു. 10-ാം അധ്യായത്തിൽ 26 മുതൽ 31 വരെയുള്ള വാക്യത്തിൽ പിന്മാറ്റക്കാരെ കുറിച്ച് പറയുന്നു. അപ്പോ പിന്മാറ്റക്കാർക്കെതിരെ ഉള്ള ഒരു മുന്നറിയിപ്പായിട്ടും കൂടിയാണ് എബ്രായ ലേഖനം ഇരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വിശ്വസിച്ചാൽ പോരാ, വിശ്വസിച്ചുകൊണ്ടേയിരിക്കണം. ഒന്നുകൂടെ പറയുന്നു, വിശ്വസിച്ചാൽ പോരാ, വിശ്വസിച്ചുകൊണ്ടേയിരിക്കണം. എന്താ ഈ പറയുന്നത്? നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 3:14 നോക്കി. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. എന്തൊരു മനോഹരമായ വാക്യം നോക്കി. വിശ്വസിച്ചാൽ പോരാ, വിശ്വസിച്ചുകൊണ്ടേയിരിക്കണം. ആദ്യ വിശ്വാസം അവസാനത്തോളം. ഇതൊരു ലോങ് പ്രോസസ്സാണ് കേട്ടോ. ഈ രക്തസ്രാവക്കാരത്തി യേശുവിന്റെ വസ്ത്രത്തെ തൊട്ടു, അവൾ സൗഖ്യം പ്രാപിച്ചു. പക്ഷേ അത് ഒരു 1 മിനിറ്റ് ഫെയ്ത്താണ്. 1 മിനിറ്റ് ഫെയ്ത്താണ്. എന്നാൽ
വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് 1 മിനിറ്റ് ഫെയ്ത്ത് അല്ല. ഓരോ മിനിറ്റിലും വിശ്വസിച്ചുകൊണ്ടിരിക്കണം. എങ്ങനെയാണ് ഇതൊന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? വിശ്വസിക്കുക, പിന്നെയും വിശ്വസിക്കുക, വിശ്വസിച്ചുകൊണ്ടേയിരിക്കുക. രോഗശാന്തിക്ക് വേണ്ടിയുള്ള വിശ്വാസം അല്ല, രക്ഷയ്ക്ക് വേണ്ടിയുള്ള വിശ്വാസം. പൂർണ്ണമായിട്ടല്ലെങ്കിലും ഈ ആശയത്തോട് ബന്ധപ്പെടുന്ന ഒരു സംഭവം കാണിക്കാം. മർക്കോസ് 5:35-36. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. അത് രോഗശാന്തിയോട് ബന്ധപ്പെട്ടാണെങ്കിലും ഇത് തന്നെയാ പ്രമാണം. വിശ്വസിച്ച് തുടങ്ങിയാ പിന്നെ വിശ്വസിച്ചുകൊണ്ടേയിരിക്കുക. ഒരു തെങ്ങയിൽ ഒരാൾ കേറുന്നു എന്ന് വിചാരിക്കുക. ഇപ്പൊ കുറവാണ്, എന്നാലും കേറുന്നത് നോക്കി നിന്ന് കാണണം. അതിന്റെ ഏറ്റവും മുകളിൽ എത്തുമ്പോ നിങ്ങൾ വീണ്ടും ശ്രദ്ധിച്ചു നോക്കണം. നോക്കാൻ തന്നെ പേടിയാ ഇപ്പം നമുക്ക്, കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ്. എന്റെ ചോദ്യം, ഇവന് വിശ്വാസം കൂടുതൽ വേണ്ടത്, അല്ലെങ്കിൽ ധൈര്യം കൂടുതൽ വേണ്ടത്, അധ്വാനം കൂടുതൽ വേണ്ടത് തുടക്കത്തിലാണോ ഒടുക്കത്തിലാണോ? ഒടുക്ക. ബോളിലോട്ട് ചെല്ലുന്നവർ കൈയും കാലും വിറയ്ക്കും. താഴോട്ട് നോക്കാതിരുന്ന ഭാഗ്യം. മോളിൽ ചെല്ലുമ്പോ യാതൊരു പ്രത്യേക ആനുകൂല്യങ്ങളും ഇല്ല. താഴേന്ന് തുടങ്ങി അതേ ധൈര്യം, അതേ ഉത്സാഹം, അതേ എഫർട്ട്, അതേ കോൺഫിഡൻസ്. അല്പം കൂടെ കൂട്ടിപ്പിടിച്ചാലേ താഴെ ഇറങ്ങി വരാൻ പറ്റുള്ളൂ. അപ്പൊ വിശ്വാസി വന്നു, വർഷം 10-40 കഴിഞ്ഞു, ഇനിയിപ്പൊ ഈസിയായി എന്ന് ധരിക്കണ്ട. ഇനിയാണ് കഷ്ടപ്പാട് കൂടുതൽ. ഇനിയാണ് കഷ്ടപ്പാട് കൂടുതൽ. ആദ്യ വിശ്വാസം അവസാനത്തോ. ഹല്ലേലൂയ. ഞാൻ എന്നെ തന്നെ പരിശോധിക്കാറുണ്ട്. ഇപ്പോഴാണ് ബുദ്ധിമുട്ട്. നേരത്തെ അത്രയും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇപ്പൊ പലതും കണ്ടും കേട്ടും വിശ്വാസം അങ്ങ് ഇളകിപ്പോവുക. അതുകൊണ്ട് സകല ഉത്സാഹവും കഴിച്ച വിശ്വാസത്തോട് വീര്യം കൂട്ടണം. വിശ്വസിച്ചാ പോരാ, വിശ്വസിച്ചുകൊണ്ടേയിരിക്കണം. എന്ന് മാത്രമല്ല, വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണേ എന്ന് ശിഷ്യന്മാര് പറയുന്നുണ്ട്. വിശ്വസിച്ചാൽ പോരാ, വിശ്വാസം വർദ്ധിപ്പിക്കണം. വിശ്വസിച്ചുകൊണ്ടേയിരിക്കണം.
മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ വായിച്ചാണ്. യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്നു കടലരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടി. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്നു പേരുള്ള മനുഷ്യൻ വന്ന് അവനെ കണ്ടു കാൽക്കൽ വീണ്, എന്റെ കുഞ്ഞു മകൾ അത്യാസന്നതയിലിരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിന് നീ വന്ന് അവളുടെ മേൽ കൈവെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അവനോട് കൂടെ പോയി. വലിയൊരു പുരുഷാരവും പിഞ്ചെന്ന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. ഇത് വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ? പള്ളിപ്രമാണിയാണ്. കർത്താവിനോട് ഏറ്റവും എതിരുള്ള കൂട്ടത്തിൽപ്പെട്ട ഒരാളാ. സിനഗോഗിന്റെ ചുമതലക്കാരനാ, പള്ളിപ്രമാണിയാ. അയാളുടെ കൊച്ചിന് സുഖമില്ല. വെരി സീരിയസ് എന്നാ പറയുന്നത്, വെരി സീരിയസ്. എന്നിട്ട് ഈ മനുഷ്യൻ ആശുപത്രിയിലോട്ട് പോകാതെ, ആശുപത്രി ഇല്ലെന്ന് കൂട്ടിക്കോ, കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് കാൽക്കൽ വീണു. കൊച്ചിന് സീരിയസ് ആയിട്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അയാളുടെ വിശ്വാസം ഭയങ്കരല്ലേ? കാരണം ഇവിടുന്ന് കൊച്ചിനൊരു വിടുതൽ കിട്ടുമെന്ന് അയാൾക്ക് ഉറപ്പുണ്ട്. ഇതിനിടെ കൊച്ചു മരിക്കും, അത്ര സീരിയസാ. അപ്പൊ ആ സമയത്ത് യേശു എന്ന ഒരാളുടെ കാലിന്റെ ചൂട്ടിക്ക് വന്ന് ഇങ്ങനെ വീണ് കിടക്കണമെങ്കിൽ, അപ്പൊ മറുവശം മറക്കരുത്, യേശുവിനെ കല്ലെറിയാൻ നിൽക്കുന്ന കൂട്ടത്തിൽ ഒരാളാ ഇയാള്. പള്ളിപ്രമാണിയാ. യേശുവിനെ ക്രിസ്തു എന്ന് സ്വീകരിക്കുന്നവരെല്ലാം പള്ളിഭ്രഷ്ടരാക്കണമെന്ന് കൽപ്പനയുണ്ടെന്നേ, ഓർമ്മയില്ലേ? അപ്പൊ യേശുവിനെ ക്രിസ്തു എന്ന് അല്ലെങ്കിൽ യേശുവിനെ അംഗീകരിക്കുന്നവരെ പള്ളിഭ്രഷ്ടരാക്കണമെന്ന് യഹൂദന്മാർ പറഞ്ഞൊത്തിരുന്നു എന്ന് യോഹന്നാൻ 9-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പള്ളിപ്രമാണി അതേ യേശുവിന്റെ മുമ്പിൽ പോയി വീണ് കിടക്കണമെങ്കിൽ അയാളുടെ വിശ്വാസം എത്രയോ സ്ട്രോങ് ആണ്. പക്ഷേ ഇടയ്ക്ക് ഒരു പ്രതിസന്ധി നേരിട്ടു. പ്രതിസന്ധി നേരിട്ടു എന്ന് പറഞ്ഞാല് വേറൊരു കേസ് ഇടയ്ക്ക് കയറി വന്നു. ഒരു രക്തസ്രാവക്കാരി, എമർജൻസി ആയിട്ടുള്ളത് വേണ്ടേ ആദ്യം ചെയ്യാൻ. ഇടയ്ക്കൊരു പുള്ളിക്കാരത്തി കയറി വന്ന വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട് സൗഖ്യം പ്രാപിക്കലും അങ്ങനെ ഇച്ചിരി ഡിലേ വന്നു. ആ നേരം കൊണ്ട് നമ്മുടെ പള്ളിപ്രമാണിയുടെ കൊച്ചു മരിച്ചു. അപ്പൊ തന്നെ വീട്ടിൽ നിന്ന് ആള് വന്നിരിക്കുകയാണ്, കൊച്ചു മരിച്ചത്. അപ്പൊ യേശു പറയാണ്, അതൊന്നും മൈൻഡ് ചെയ്യണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക. നാം വിശ്വാസത്താൽ ഈ മാർഗത്തിൽ വന്നു, നാം വിശ്വാസത്താൽ ഇപ്പോൾ നിലനിൽക്കുന്നു, നാം വിശ്വാസത്താൽ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടും. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളുക.
പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിൽ വന്നിട്ട് മനസ്സുകൊണ്ട് ക്ഷീണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വചനധ്യാന നിമിത്തം അതിലൊരു ഉണർവും ചൈതന്യവും ഉണ്ടാകുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. എബ്രായർ 11 പ്രവേശിക്കുന്നതിന് മുമ്പ് വിശ്വാസത്തിൽ വന്നിട്ട് പിന്മാറിപ്പോയ അല്ലെങ്കിൽ പിന്മാറിപ്പോകാൻ സാധ്യതയുള്ള ആളുകളെ അപ്പോസ്തലൻ കാണുകയാണ്. അത് കഴിഞ്ഞിട്ട് പറയാൻ പോണത് വിശ്വാസ വീരന്മാരുടെ കാര്യമാണ്. ഇപ്പൊ 3 കൂട്ടരെ അപ്പോസ്തലൻ മനസ്സിൽ കാണുന്നുണ്ട്. ഒന്ന്, വിശ്വാസത്തിൽ ഗോൾഡ് മെഡൽ മേടിച്ചവർ. 2, വിശ്വാസത്തിൽ നിലനിൽക്കുന്നവർ. 3, വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയവർ. 3 കൂട്ടരെ പൗലോസ് മനസ്സിൽ കാണുക. ഒന്ന്, വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയവർ. 2, വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുന്നവർ. 3, വിശ്വാസത്തിൽ ഗോൾഡ് മെഡൽ മേടിച്ചവർ. ഈ ഗോൾഡ് മെഡൽ മേടിച്ചവരുടെ കാര്യമാണ് 11-ാം അധ്യായം. അത് കാരണം ശലോമോനെ ഒന്നും അതിനകത്ത് കയറ്റിയിട്ടില്ല. ബൈബിളിലെ 2-3 പുസ്തകമൊക്കെ എഴുതിയ അത്രയും പ്രയോജനപ്പെട്ട മനുഷ്യനെ എബ്രായ ലേഖനം 11-നകത്ത് കയറ്റാഞ്ഞത് മോശമായിപ്പോയി. പുള്ളി സ്വർഗത്തിൽ പോവുമെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എന്റെ കാര്യം ആദ്യം ഒന്ന് തീരുമാനിക്കട്ടെ, എന്നിട്ട് വല്ലവരുടെയും കാര്യം തീരുമാനിക്കാമെന്ന് പറഞ്ഞു. സ്തോത്രം. നമുക്ക് ലോകത്തിൽ ആരും സ്വർഗത്തിൽ പോകുമോ ഇല്ലയോ എന്ന് പറയാനൊക്കത്തില്ല. നമ്മുടെ കാര്യം പറയാൻ പറ്റുമോ? പിന്നെ പോകാനുള്ള വഴി ഇതല്ല ഇതാണ് എന്ന് പറയില്ല നമ്മുടെ ജോലി. സ്തോത്രം. അതവിടെ നിൽക്കട്ടെ. ഈ എബ്രായർ 11-ലെ ആളുകൾ വിശ്വാസത്തിൽ ഗോൾഡ് മെഡൽ വാങ്ങിയവരാണ്. പിന്മാറിപ്പോയവരാണ് 26 മുതൽ 31 വരെ. 10-ന്റെ 26 മുതൽ 31 വരെ പിന്മാറിപ്പോയവരാണ്. വിശ്വാസത്തിൽ നിലനിൽക്കുന്നവരാണ് 39-ാം വാക്യം. 10-ന്റെ 39 വായിച്ചേ. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ് നമ്മൾ ഭൂരിപക്ഷം പേര്. എന്നാൽ മറ്റൊരു കൂട്ടരുണ്ട്, ഏതൊരു തലമുറയിലുമുള്ള വിശ്വാസികൾക്ക് മാതൃക, ഗോൾഡ് മെഡലിസ്റ്റുകൾ. അതിൽ നമ്പർ 1 ഹാബേലാണ്. നമ്പർ 2 ഹാനോക്കാണ്. നമ്പർ 3 നോഹയാണ്. നമ്പർ 4 അബ്രഹാമാണ്. ഇവരെ കുറിച്ചെല്ലാം പറയാനായിട്ട് അദ്ദേഹം തുടങ്ങുകയാണ്.
10-ാം അധ്യായത്തിന്റെ 37, 38, 39 ഒന്നുകൂടെ നമുക്ക് വായിക്കാം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. ആമേൻ. കൂടെ നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു. നമ്മൾ ഏത് കൂട്ടത്തിലാണെന്ന് നമുക്ക് ശോധന ചെയ്യാൻ ദൈവം സഹായിക്കട്ടെ. നമ്മൾ ഏത് കൂട്ടത്തിലാണ്? നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിൽ, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. ആ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചുകൊണ്ടേയിരിക്കുക. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുക. ഇനിയും പിന്മാറുന്നത് എങ്ങോട്ട്? പിന്മാറുന്നത് നാശത്തിലേക്കാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വിശ്വസിക്കുക, നിത്യജീവൻ പ്രാപിക്കുക, നശിച്ചു പോകാതിരിക്കുക. ഇതാണ് ആ വാക്യത്തിന്റെ സാരം. ഒന്നുകൂടെ പറയാം. നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വിശ്വസിക്കുക. അപ്പൊ നശിക്കാൻ എന്നാ ചെയ്യണം? വിശ്വസിക്കാതിരുന്നാ മതി. ഒന്നുകൂടെ നമുക്ക് പരിചയമുള്ള വാക്യാണെങ്കിൽ ഒന്നുകൂടെ വായിക്കാം. 3:16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വിശ്വസിക്കുന്നവൻ നശിച്ചു പോകയില്ല. വിശ്വസിക്കാത്തവനോ നശിച്ചു പോകും. അപ്പൊ അവൻ നശിച്ചു പോകുന്നത് എന്തുകൊണ്ടാ? വിശ്വസിക്കാത്തതുകൊണ്ടാ. ഇതൊന്ന് പെന്തിക്കോസുകാരെ പഠിപ്പിക്കണ വലിയ പാടാ. നമ്മൾ പാപം ചെയ്തിട്ടാണ് നശിച്ചു പോകുന്നത് എന്നുള്ള സത്യം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ നമ്മൾ വിശ്വസിക്കാത്തതുകൊണ്ടാണ് നശിച്ചു പോണത്. ഞാൻ ഈ യോഹന്നാന്റെ സുവിശേഷം പണ്ട് ക്ലാസ് എടുത്തത് ഒത്തിരി എപ്പിസോഡുകൾ, അന്ന് വീഡിയോ ഇല്ല, ഓഡിയോയാ. livingmanna.com കിടപ്പുണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ടോന്ന് അറിയില്ല. അത് മുഴുവനും ഇരുന്ന് അരിച്ചു പെറുക്കി പരിശോധിച്ച് ഞാൻ ദുരുപദേശം പറയുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ ഒരു പ്രധാനപ്പെട്ട ഒരാളെ ചുമതലപ്പെടുത്തി. അതൊക്കെ ഓരോ കാലഘട്ടമാണ്, ഓരോ പരിശോധനയുടെ സമയം എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ കണ്ടെത്തിയത് ഈ സാധന. എന്നിട്ട് അത് ഒരു
പത്രത്തിൽ എഴുതി കഴിഞ്ഞപ്പോ ബ്രദറൻ സഭയിലെ ഒരു ലീഡറും ഈ പത്രത്തിന്റെ ആളും ഭയങ്കര കൂട്ടാ. അയാള് പുള്ളിയെ വിളിച്ചേച്ചു പറഞ്ഞു, നിങ്ങളെല്ലാം മണ്ടത്തരായി എഴുതി വെച്ചിരിക്കുന്നത്. ബാബു ചെറിയാൻ പറഞ്ഞതാണ് കറക്റ്റ്, നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്, പത്രത്തിൽ നിന്ന് അത് പിൻവലിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ബ്രദറുകാരൻ പറഞ്ഞപ്പോ തലയ്ക്ക് വെളിവ് വന്നു. മനസ്സിലായോ? ഞാൻ അന്നും സ്ഥാപിച്ചത് ഇത്രയേ ഉള്ളൂ, ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം ഒരാൾ നരകത്തിൽ പോകുന്നത് അയാൾ പാപം ചെയ്തുകൊണ്ടല്ല. എഴുതി വെച്ചോളൂ, നേരിട്ട് ചോദിച്ചാൽ മതി, വിശദീകരിച്ചു തരാം. പാപം ചെയ്തുകൊണ്ടല്ല, ക്രിസ്തുവിനെ വിശ്വസിക്കാത്തോണ്ടാണ്. അപ്പോഴത്തേന് ഇവരുടെ മനസ്സിൽ ഭയങ്കര ടെൻഷൻ. അപ്പൊ വിശ്വാസി പാപം ചെയ്താലോ? വിശ്വാസി പാപം ചെയ്യണേ ചെയ്തു, അത് വേറെ വിഷയം. അതല്ല ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശ്വാസിക്ക് പാപം ചെയ്യണമെന്ന് അത്ര നിർബന്ധമാണ്, ചെയ്തേച്ച് അനുഭവിച്ചു. നമ്മുടെ ആ ജോസഫൈൻ എന്ന് പറഞ്ഞ ഒരു സഹോദരി പറഞ്ഞില്ലേ, അനുഭവിച്ചോളാൻ. അതുപോലെ ഇരിക്കും. വേറെ വിഷയമായി പറയുന്നു, അതും ഇതുമായിട്ട് എന്തിനാ കൂട്ടിക്കൊഴി. വിശ്വാസി പാപം ചെയ്യുമോ ഇല്ല, അത് മറ്റൊരു സബ്ജക്റ്റാണ്. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. ഞാൻ പാലക്കാട്, എന്റെ സൗരങ്ങളൊക്കെ പാലക്കാടാണ്. അവിടെയൊക്കെയുള്ള ബ്രാഹ്മണ വീടുകളുമായിട്ട് ബന്ധപ്പെടുമ്പോ അറിയാം, നമ്മളെക്കാളൊക്കെ ഡീസന്റ് മനുഷ്യരാ. അവരൊരു ചീത്തവാക്ക് പറയത്തില്ല. ഏറ്റവും കൂടിയ ചീത്ത എന്നാന്നറിയോ? ഏഭ്യൻ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ പറയുന്ന ഇതിനേക്കാളൊക്കെ എന്നോ വെയിറ്റ് ഉള്ള ചീത്തകളാ. 2-3 ടണ്ണുള്ള ചീത്തയല്ലേ സോഷ്യൽ മീഡിയയിൽ കൂടെ വിളിക്കുന്നത്. അപ്പൊ നല്ല മനുഷ്യരാ. ഒരു പൂച്ച കുഞ്ഞിനെ അറിയാതെ എങ്ങാനും ചവിട്ടിയേക്ക് സോറി പറയുന്നവരാ. അവര് സ്വർഗത്തിൽ പോകുമെന്ന എന്റെ ചോദ്യം. എന്തുകൊണ്ട് പോവുകയില്ല? ക്രിസ്തുവിനെ അംഗീകരിക്കാത്തതുകൊണ്ട്. ഇത് ഫണ്ടമെന്റൽ ഡോക്ട്രിനാണ്. അപ്പൊ നമ്മൾ വായിച്ചു വരുന്ന ഭാഗം ഒന്നുകൂടെ വായിക്കാം. 3:16, 17, 18 വരെ വായിച്ചു. തന്റെ ഏകജാതനായി പുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാകിയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. എന്തുകൊണ്ട് ന്യായവിധി വന്നു? എന്തുകൊണ്ട് ന്യായവിധി വന്നു? നാമത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ട് വന്നു. എന്തുകൊണ്ട് നിത്യജീവൻ ലഭിച്ചു? വിശ്വസിച്ചത് കൊണ്ട് ലഭിച്ചു. എന്തുകൊണ്ട് ന്യായവിധി വന്നു? വിശ്വസിക്കാത്തത് കൊണ്ട് വന്നു. എന്തുകൊണ്ട് നിത്യജീവൻ ലഭിച്ചു? വിശ്വസിച്ചത് കൊണ്ട് ലഭിച്ചു. വിശ്വാസത്തിന്റെ ആ പവർ ഗ്രഹിക്കാനുള്ള കൃപ ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ രക്ഷാദാനമേ, എന്നുമുള്ള ആശ്വാസമേ, ഒന്നും ചെയ്തിട്ടല്ല ഞാൻ തന്നെ കൃപ. നമ്മുടെ പ്രവൃത്തികൾ ഒന്നും നമ്മുടെ രക്ഷയ്ക്ക് കാരണമല്ല. ഓക്കെ, നമ്മൾ ഇന്നിപ്പോ ഇത് വായിച്ചെന്താണെന്ന് ചോദിച്ചാൽ, എബ്രായർ 10:39. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകും. അപ്പോ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയാൽ എങ്ങോട്ടാ?
നാശത്തിലേക്കാ. 3:16 എന്നാ? നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ. അപ്പൊ നാശത്തിലായിരുന്നു, വിശ്വസിച്ചപ്പോ നിത്യജീവനിലായി. പിന്മാറിയാൽ അത് നാശത്തിലേക്കുള്ള റൂട്ടാണ്. നാശത്തിലേക്കാണ് പിന്മാറ്റം, ജീവനിലേക്കാണ് വിശ്വാസം. ഇന്നത്തെ ക്ലാസിന്റെ ആകത്തുക ഇതാണ്. വിശ്വസിച്ചാൽ പോരാ, വിശ്വസിച്ചുകൊണ്ടേയിരിക്കുക. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.